ഹലോ, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് സ്റ്റുഡൻറ് ആർട്ടിഫാക്ട്സ് അല്ലെങ്കിൽ സ്റ്റുഡൻറ് ആർട്ടിഫാക്ട്സ് ജനറേറ്റഡ് ഇൻ ദ ക്ലാസ് റൂം എന്ന വർക്ക് എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളതാണ്. ബി എഡിൻ്റെ തേർഡ് സെമ്മിലെ ഒരു പ്രധാനപ്പെട്ട വർക്കാണ് സ്റ്റുഡൻറ് ആർട്ടിഫാക്ട്സ് ജനറേറ്റഡ് ഇൻ ദ ക്ലാസ് റൂം എന്ന് പറയുന്നത്. അതായത് നമ്മൾ ടീച്ചർ പ്രാക്ടീസിന്റെ സമയത്താണ് ഇത് ചെയ്യുന്നത്. കമ്മീഷന്റെ തൊട്ട് മുമ്പ് ടീച്ചർ പ്രാക്ടീസിന്റെ സമയത്ത് നമ്മൾ ഈ വർക്ക് ചെയ്യും. ടീച്ചർ പ്രാക്ടീസിന്റെ സമയത്ത് നമ്മൾ ഒരുപാട് വർക്കുകൾ ചെയ്യുന്നുണ്ട്. അതിലൊന്ന് മാത്രമാണ് ഇത്. ഈ വർക്ക് നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ എഴുതിയിട്ട് അതൊരു ഫയലാക്കി സബ്മിറ്റ് ചെയ്യുകയല്ല, നേരെ മറിച്ച് സ്റ്റുഡൻസിന്റെ വർക്ക് വാങ്ങി ഒരു ഫയലാക്കി സബ്മിറ്റ് ചെയ്യുകയാണ് ഇതിൽ നമ്മൾ ചെയ്യുന്നത്. അതായത് ഓരോ സ്റ്റുഡൻസും പല പല കാര്യങ്ങൾ ചെയ്യില്ലേ, കുറെ പേര് എഴുതും, കുറെ പേര് വരയ്ക്കും, അങ്ങനെ പല പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ ആ വർക്കുകൾ വാങ്ങി അത് സബ്മിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സ്റ്റുഡൻസിന്റെ പല പല വർക്കുകൾ വാങ്ങി സബ്മിറ്റ് ചെയ്യുന്നു. ഇത് ഓരോ സബ്ജക്റ്റിലും ഈ സ്റ്റുഡന്റ് ആർട്ടിഫാക്ട്സ് എന്ന് പറയുന്നത് വ്യത്യസ്തമായിരിക്കും. കാരണം ഓരോ സബ്ജക്റ്റിലും വരുന്ന ടോപ്പിക്സ് വ്യത്യസ്തമല്ലേ. അപ്പം നമ്മൾ ഓരോ സബ്ജക്റ്റിനും റിലേറ്റഡ് ആയിട്ടുള്ള വർക്കുകളായിരിക്കാം സ്റ്റുഡൻസിനോട് എഴുതി തരാൻ പറയേണ്ടത്. അതായത് ഇപ്പൊ നമ്മളിവിടെ സോഷ്യൽ സയൻസിന്റെ എക്സാമ്പിൾ ആണ് പറയുന്നത്. സോഷ്യൽ സയൻസിലാകുമ്പോൾ സോഷ്യൽ സയൻസുമായി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ സ്റ്റുഡൻസിനോട് ചെയ്തു തരാൻ പറയുക. ഇപ്പൊ നമുക്ക് ഗാന്ധിജിയുടെ ചിത്രം വരയ്ക്കുക, അല്ലെങ്കിൽ ഗാന്ധിജിയെ കുറിച്ച് എഴുതുക, പ്രളയത്തെക്കുറിച്ച് എഴുതുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്തു തരാൻ പറയാവുന്നതാണ്. അതൊക്കെ സോഷ്യൽ സയൻസുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. അപ്പം നമുക്ക് ആ കാര്യങ്ങളൊക്കെ സ്റ്റുഡൻസിനോട് ചെയ്തു തരാൻ പറയാം. എന്നാൽ നമ്മൾ ഒരു ടോപ്പിക് കൊടുത്ത് അതിനെപ്പറ്റി ചെയ്തു തരാനല്ല പറയേണ്ടത്. അതായത് ഇപ്പോൾ ഗാന്ധിജിയെ കുറിച്ച് എഴുതിയിട്ട് വാ, അങ്ങനെയൊന്നല്ല നമ്മൾ പറയേണ്ടത്. നേരെ മറിച്ച് സോഷ്യൽ സയൻസുമായി റിലേറ്റ് ചെയ്ത് വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നൊരു ഓവറോൾ ഐഡിയ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക. എന്നിട്ട് അവർക്ക് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാൻ നമ്മൾ അനുവദിക്കുക. നമ്മുടെ ചുറ്റുപാട് നടക്കുന്ന എല്ലാ കാര്യങ്ങളും സോഷ്യൽ സയൻസിൽ വരുന്നതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ വർക്ക് ചെയ്യാൻ വളരെ എളുപ്പമാണ്. നമ്മൾ ചുറ്റുപാടും നമ്മൾ ഓരോരോ കാര്യങ്ങൾ നോക്കുക. ഇപ്പം നമ്മുടെ ചുറ്റുപാടും പലതരത്തിലുള്ള പ്രകൃതി ദുരന്തങ്ങൾ സംഭവിക്കുന്നുണ്ട്, ദാരിദ്ര്യമുണ്ട്, ലഹരി വസ്തുക്കളുടെ ഉപയോഗമുണ്ട്. ആ കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ, അതുപോലെ തന്നെ ജലത്തിൻ്റെ പ്രശ്നമില്ലേ, ആ കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അതെല്ലാം സോഷ്യൽ സയൻസിൽ റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. അപ്പം നമുക്ക് ഈ സ്റ്റുഡൻറ് ആർട്ടിഫാക്ട്സിൽ വരുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാം. കയ്യെഴുത്ത് മാസിക, ലേണിംഗ് എയ്ഡ്സ്, ചാർട്ട്സ്, പോസ്റ്റേഴ്സ്, ആൽബം, ഈ കാര്യങ്ങളൊക്കെ നമുക്ക് സ്റ്റുഡൻറ് ആർട്ടിഫാക്ട്സ് ആയിട്ട് വാങ്ങാം. കയ്യെഴുത്ത് മാസിക എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു, നമ്മൾ കുട്ടികളോട് പല പല കാര്യങ്ങൾ എഴുതാൻ പറയാം, വരയ്ക്കാം. ഇതൊക്കെ കയ്യെഴുത്ത് മാസിക ആക്കാൻ പറ്റില്ലേ നമുക്ക്. അതേപോലെ ലേണിംഗ് എയ്ഡ്സ്, സോഷ്യൽ സയൻസുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ലേണിംഗ് എയ്ഡ്സ് നമുക്ക് വാങ്ങാം, ഉണ്ടാക്കാൻ പറയാം. അതുപോലെ ചാർട്ട്സ് എഴുതാം, പോസ്റ്റേഴ്സ് ഉണ്ടാക്കാൻ പറയാം, ആൽബംസ് ക്രിയേറ്റ് ചെയ്യാൻ പറയാം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സ്റ്റുഡൻറ് ആർട്ടിഫാക്ട്സിലാണ് വരിക. അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ കുട്ടികളോട് ചെയ്തു തരാൻ വേണ്ടി പറയുക. മറ്റ് സബ്ജക്റ്റിൻ്റെ കാര്യം ഇതുപോലെ തന്നെയാണ്. അതായത് മറ്റ് സബ്ജക്റ്റുകളുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കയ്യെഴുത്ത് മാസിക, പോസ്റ്റേഴ്സ്, ചാർട്ട്സ്, ലേണിംഗ് എയ്ഡ്സ്, ആൽബംസ്, ഇതൊക്കെ ചെയ്തു തരാൻ കുട്ടികളോട് ആവശ്യപ്പെടുക. ഓരോ സബ്ജക്റ്റിലും ഓരോരോ കാര്യങ്ങളായിരിക്കില്ലേ വരിക. എന്നിട്ട് അതിനനുസരിച്ച് കുട്ടികളോട് ചെയ്തു തരാൻ പറയുക. അവ കുട്ടികൾ ചെയ്തു തരുന്ന കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക, അത് വാങ്ങി ഒരു ഫയലായിട്ട് സബ്മിറ്റ് ചെയ്യുക. ലേണിംഗ് എയ്ഡ്സ് ആണെങ്കിൽ ആ ലേണിംഗ് എയ്ഡ്സ് നമ്മൾ സബ്മിറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇവിടെ കൊടുത്തിരിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് സ്റ്റുഡൻസ് ചെയ്തിരിക്കുന്ന വർക്ക്സിന്റെ എക്സാമ്പിൾ ആണ്. എന്നാലും നിങ്ങൾ ഇതൊരു മാതൃകയായിട്ട് എടുക്കുക. അല്ലാതെ ഇതേപോലെ തന്നെ ചെയ്തു തരാൻ, ഇത് കാണിച്ചു കൊടുത്തിട്ട് ഇതേപോലെ ചെയ്തു തരാൻ കുട്ടികളോട് ആവശ്യപ്പെടരുത്. അവരെ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാൻ നമ്മൾ അനുവദിക്കുക. അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തു തരുന്ന വർക്കുകൾ നമ്മൾ വാങ്ങുക. നമ്മൾ പഠിപ്പിക്കാൻ പോകുന്ന ക്ലാസ്സിൽ നമുക്ക് കുട്ടികളോട് ഇത് ചെയ്തു തരാൻ പറയാവുന്നതാണ്. കാരണം ടീച്ചർ പ്രാക്ടീസിന് കുറേ സമയമുണ്ടല്ലോ. ആ സമയത്ത് നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികൾ പയ്യെ പയ്യെ ഇത് ഓരോ വർക്കും ചെയ്തു തന്നോളും. അവർക്ക് ചെയ്യാനും ആവശ്യത്തിനനുസരിച്ച് സമയം ഉണ്ടാവും. അതുകൊണ്ട് നമ്മൾ ടീച്ചർ പ്രാക്ടീസിന് പോകുമ്പോൾ തന്നെ കുറച്ച് ദിവസം കഴിയുമ്പോൾ ഈ കാര്യങ്ങൾ ചെയ്തു തരണം, ഇങ്ങനെ ഒരു കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് കുട്ടികളോട് പറഞ്ഞു കൊടുക്കുക. തേർഡ് സെമ്മിൽ ഒരു വർക്ക് മാത്രമാണ് ഈ സ്റ്റുഡൻറ് ആർട്ടിഫാക്ട്സ് ജനറേറ്റഡ് ഇൻ ദ ക്ലാസ് റൂം എന്ന് പറയുന്നത്. ഇത് കൂടാതെ ഒട്ടനവധി വർക്കുകൾ നമുക്ക് തേർഡ് സെമ്മിൽ ചെയ്യാൻ ഉണ്ട്. അതായത് ടീച്ചർ പ്രാക്ടീസിന്റെ സമയത്ത് നമുക്ക് ഒരുപാട് വർക്കുകൾ ചെയ്യാനുണ്ട്. ആക്ഷൻ റിസർച്ച്, അച്ചീവ്മെന്റ് ടെസ്റ്റ്, ഡയഗ്നോസ്റ്റിക്സ് ടെസ്റ്റ്, പോർട്ട്ഫോളിയോ, ഇങ്ങനെ ഒരുപാട് വർക്കുകൾ ചെയ്യാനുണ്ട്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതൊക്കെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ചോദിക്കാവുന്നതാണ്. സോൾ ഓഫ് എക്കണോമിക്സ് എന്നുള്ളതാണ് നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പ്. ആ ഗ്രൂപ്പിൽ നമ്മൾ ഇതിനെക്കുറിച്ചൊക്കെയുള്ള ഡൗട്ട്സ് പറയുന്നതായിരിക്കും. അതേപോലെ ഈ വർക്ക് നിങ്ങൾക്ക് നോക്കണമെന്നുണ്ടെങ്കിൽ ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ടെലിഗ്രാം ഗ്രൂപ്പിൽ ഇടുന്നതായിരിക്കും. അതേപോലെ സ്റ്റുഡൻസ് എഴുതിയ ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ. ഇത് കൂടാതെ വേറെ മോഡൽസ് ഉണ്ട്. ആ മോഡൽസ് നമ്മൾ ഗ്രൂപ്പിൽ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് അച്ചീവ്മെന്റ് ടെസ്റ്റ്, ആക്ഷൻ റിസർച്ച്, അങ്ങനെ ടീച്ചിങ് പ്രാക്ടീസിന്റെ സമയത്ത് ചെയ്യുന്ന ഏതെങ്കിലും വർക്ക്സിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ അത് പറയുക. അതിനെപ്പറ്റി വീഡിയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനെപ്പറ്റിയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അടുത്തതായിട്ട് ആ വീഡിയോ ചെയ്യുന്നതായിരിക്കും.
ഇവിടെ കൊടുത്തിരിക്കുന്ന ഓരോ വർക്ക് നോക്കിയിട്ട് നിങ്ങൾ തന്നെ നിങ്ങളുടെ മനസ്സിലൊരു ഐഡിയ ഉണ്ടാക്കിയെടുക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ചെയ്ത് കിട്ടേണ്ടത്, എങ്ങനത്തെയാണ് വേണ്ടത്, അങ്ങനെയുള്ള ഒരു ഐഡിയ നിങ്ങൾ ഉണ്ടാക്കുക. നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടെങ്കിൽ അല്ലേ നിങ്ങൾക്ക് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ. കാരണം നമ്മൾ കുട്ടികൾക്ക് ടോട്ടലായിട്ട് ഒരു ഐഡിയ പറഞ്ഞു കൊടുക്കണം, എങ്കിൽ മാത്രമേ അവർക്കത് ചെയ്തു തരാൻ പറ്റുള്ളൂ.